ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് എനിക്ക് കോൾ വന്നത്. കൃഷ്ണകുമാരൻ ടിയാന് ശേഷം ചെയ്യുന്ന സിനിമ എന്നാണ് പറഞ്ഞത്. ടിയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ കഥയൊക്കെ പോയത്. അവിടെ ചെന്നപ്പോ കൃഷ്ണകുമാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ടിയാന് ശേഷം ഞാനും മുരളീശേഖരനും നിൽക്കുന്ന സിനിമയാണ്, അത് വേറൊരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ നേരം ടിയാനെ പറ്റി സംസാരിച്ചു. അത് കഴിഞ്ഞ് കൃഷ്ണകുമാരൻ സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മുരളീശേഖരൻ ജോയിൻ ചെയ്തു. പിന്നെ ചേട്ടനാണ് കഥ പറഞ്ഞു തന്നത്. ചേട്ടന്റെ നരേഷൻ ഞാൻ ഇതുവരെ കേട്ട ഏറ്റവും ബെസ്റ്റ് നരേഷനാണ്. നമ്മൾ വേറൊരു വേൾഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് തരുന്ന കഥാപാത്രത്തിന്റെ പേര് മുരളി എന്നാണ്. അപ്പോ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് സിനിമയില് എന്റെ പേര് അങ്ങനെ വിളിച്ച് കേൾക്കുന്നത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ സിനിമ നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ട്രിവാൻഡ്രത്തുകാരെ എങ്ങനെയാണ് മുരളീശേഖരനെ കൊണ്ട് വിളിക്കുന്നത്, ആ രീതിയിൽ തന്നെ എനിക്ക് കഴിയണം എന്ന് പറഞ്ഞു. പിന്നെ ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി ചേർന്ന് പറഞ്ഞു. ആരിസാർ എന്ന ക്യാരക്ടറാണെങ്കിലും, ഇന്ദ്രൻ സേനന്റെയും ശരത്തിന്റെ ആണെങ്കിലും, ശാന്തിയുടെ, നീലയുടെ. സോ അത്രയും കാസ്റ്റിംഗ് കൂടെ ഒരു വലിയ സിനിമയുടെ ഭാഗമാണെന്നപ്പോ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പൊ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ ഒഫീഷ്യലി കൺഫേം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ഇരുന്നത്. പിന്നെ കൃഷ്ണകുമാരൻ്റെ അടുത്തും ചേട്ടാ എനിക്ക് ചെയ്യണമെന്നുണ്ട്. നമ്മളിത് ചെയ്യുന്നു. അപ്പൊ ചേട്ടനോട് പറഞ്ഞു, ഈ ക്യാരക്ടർ ഇതുവരെ കണ്ട ലുക്ക് ആൻഡ് ഫീൽ അല്ല നമ്മൾ പ്രസന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ കഥാപാത്രത്തിന്റെ ചുറ്റുപാട് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഭയങ്കര എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. കാരണം പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ എങ്ങനെയാണ് ഈ ഒരു ലുക്ക് ആൻഡ് ഫീലിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറ്റുന്നൊരു, ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ബിഫോർ ദാറ്റ്. അപ്പോ ഷൂട്ടിന് 2 ദിവസം മുമ്പ് നമ്മൾ ലുക്ക് ടെസ്റ്റ് പോലെ ചെയ്തു. അത് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയതിന്റെ സെക്കൻഡ് ഡേ ചേട്ടൻ എനിക്കൊരു സ്റ്റിൽ ഫോട്ടോ കാണിച്ചു തരും. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കഥാപാത്രം, ഇതിനെ ഫോളോ ചെയ്ത് പോയാൽ മതി. അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. പിന്നെ അവിടെ നമ്മളുടെ ജേർണി ആൻഡ് ഒരു വലിയ സിനിമയുടെ ഭാഗമാവും എപ്പോഴും ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പ്രത്യേകിച്ച് മുരളീശേഖരന്റെ സ്ക്രിപ്റ്റില് വളരെ അടുത്തൊരു കഥാപാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം കൂടിയാണ്. സോ ബിഗ് താങ്ക്സ് ടു മുരളീശേഖര ആൻഡ് കൃഷ്ണകുമാരേട്ട ഫോർ കോളിംഗ് മീ. പിന്നെ ഇൻഫ്ലുവൻസറിനായിട്ട് ഇതിനു മുമ്പ് ഞാൻ 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ കുറച്ചു നേരത്തെ ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, എന്താണ് ആനന്ദങ്കാട് സിനിമ ചെയ്യുന്നതിൽ ഇന്ത്യയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുണ്ടായ ഒരു കാര്യം ചോദിച്ചു. അപ്പോ ഒരു ദിവസം ഇന്ദ്രൻസേനും ഞാനും ഒരേ ക്യാരക്ടർ 2 ദിവസം ഷെയർ ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾ നടുക്കൊരു ഡോറുണ്ട്, അത് എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് കിടക്കാറ്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോ ഇന്ദ്രൻസേനും എന്തോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഇവിടെ ജസ്റ്റ് ഒരു ഒന്നിങ്ങനെ സ്റ്റിച്ച് കിട്ടും, അത് ഞാൻ സ്റ്റിച്ച് ചെയ്യണം. അവിടെ ഞാനിങ്ങനെ സിനിമയെ പഴയ കാലത്തെ സിനിമകൾ എങ്ങനെയായിരുന്നു കോസ്റ്റ്യൂം ചെയ്തിരുന്നത്, അതെല്ലാം ചേട്ടൻ ഏകദേശം 100ഓളം സിനിമകൾക്ക് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ പ്രത്യേക കൗതുകത്തിന് ചോദിച്ചു, ചേട്ടൻ എനിക്കൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, എനിക്ക് ഇഷ്ടമുള്ളൊരു തുണി വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ ഞാൻ ഒരു ക്ലോത്ത് വാങ്ങിച്ചു, ചേട്ടൻ കൊടുത്തു. ചേട്ടൻ തന്നെ എല്ലാം മെഷർമെന്റ് എടുത്തു. വെരി നെക്സ്റ്റ് ഡേ രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കിയപ്പോ ചേട്ടൻ തയ്ച്ചു തരുന്ന ഒരു ഷർട്ടായിരുന്നു. അത് എത്രത്തോളം വിലയുള്ളതാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. അത് ഒരു ഏറ്റവും നല്ല ഒക്കേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. സോ അതൊരു ഒരിക്കലും എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു മൂവ്മെന്റാണ്. താങ്ക് യു സോ മച്ച്. സോ ഏകദേശം ഒരു 120ഓളം ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. അത് എല്ലാവരുടെയും വലിയൊരു എഫേർട്ട് ഇതിന്റെ പുറകിലുണ്ട്.